നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ എന്ന ഗ്രാമപഞ്ചായത്തിലൂടെയാണ്. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കൊടുവായൂർ. ഏകദേശം 650 വർഷത്തിൽ കൂടുതൽ ചരിത്ര പാരമ്പര്യമുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക്. കൊടുവായൂരിലെ ഏറ്റവും വലിയ ആകർഷണം ഏത് എന്ന് ചോദിച്ചാൽ ഈ ക്ഷേത്രങ്ങൾക്ക് പുറമെ ഇവിടെയുള്ള അഗ്രഹാരങ്ങളാണ്. പാലക്കാട് നിന്ന് കൊടുവായൂരിലേക്കുള്ള ദൂരം ഏകദേശം 11 കിലോമീറ്ററാണ്. ഈ ഗ്രാമത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 11.47 കിലോമീറ്റർ സ്ക്വയർ ആണ്. മലബാർ മാനുവലിലൊക്കെ കൊടുത്തിരിക്കുന്നത് പ്രകാരം ഇത് 18 അംശങ്ങള് പെട്ട ഒരു സ്ഥലമായിരുന്നു സാമൂതിരിയൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ. 640 വർഷത്തിലേറെ ചരിത്രമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇത്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് ബ്രാഹ്മണരെ കൊണ്ടുവരാനുള്ള ഒരു കാരണമായിട്ട് ഐതിഹ്യങ്ങളിൽ പറയുന്നത്, ഇവിടുത്തെ നാട്ടുരാജാവായിരുന്ന വ്യക്തി ഒരു ആദിവാസി സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിന്റെ പ്രതിഷേധമായി ഇവിടുന്ന് നമ്പൂതിരിമാര് വിട്ടുപോവുകയും അവരുടെ കുറവ് നികത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് രാജാവ് ബ്രാഹ്മണരെ ഇവിടെ വരുത്തിയതാണ്, പ്രത്യേകിച്ച് ചിദംബരം ഭാഗത്ത് നിന്ന് വരുത്തിയതാണ് എന്ന ഒരു ഐതിഹ്യം. കൂറുമത്സരത്തെ തുടർന്ന് പന്നിയൂർ ക്ഷേത്രം തകർന്നപ്പോൾ കുറെ നമ്പൂതിരിമാര് കൊല്ലങ്കോട്ടയ്ക്ക് കുടിയേറി പാർത്തു അത്രേ. മഞ്ഞളൂര്, ചെന്തുരുത്തി, തേൻകുറിശി, നെന്മേനി എന്നീ പ്രദേശങ്ങൾ സാമൂതിരിക്ക് വേണ്ടി വെങ്കനാട് രാജാവ് വിട്ടു നൽകിയത് ഈ കാലത്താണ് എന്ന് കരുതപ്പെടുന്നു. ഈ അഗ്രഹാര തെരുവീതികളിലൂടെ ഒന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഇത് സിംഗിൾ ലൈൻ തെരുവാണ്, അതായത് റോഡിന് ഒരു വശം മാത്രം നിരനിരയായി അഗ്രഹാരങ്ങളുള്ള തെരുവീതി. ഇനി രട്ടത്തെരുവുണ്ട്, അതുപോലെ തന്നെ മുക്ക് അല്ലെങ്കിൽ കോർണർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു തെരുവുമുണ്ട്. നമുക്ക് ഇതിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. എവിടുന്നാണെന്ന് അറിയില്ല, ഉച്ചത്തിൽ വേദപാരായണം കേൾക്കാനുണ്ട്. ക്ഷേത്രത്തിന് അടുത്തായിട്ടൊരു കുളമുണ്ട്. ഈ കുളത്തിന്റെ ഒരു കരയിലായിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു ഐതിഹ്യം, ധനികയായ ഒരു ബ്രാഹ്മണ സ്ത്രീ കാശി സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ 4 ശിവലിംഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയുണ്ടായത്രേ. അത് 4 വർണ്ണങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണത്രേ അങ്ങനെ ആ ശിവലിംഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അതില് ബ്രാഹ്മണരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ശിവലിംഗം കൽപ്പാത്തിയിലും ക്ഷത്രിയരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ശിവലിംഗം ഈ കൊടുവായൂരിപ്പ് ഞാൻ കണ്ട ഈ ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ശൂദ്രരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ശിവലിംഗം കൊല്ലങ്കോട്ടും, വൈശ്യരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ലിംഗം അത് എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല. ഇനി അത് വേറെ പേര് മാറി വേറെ എവിടെയെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ എന്നും അറിയില്ല. അതല്ല അത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഈ കൽപ്പാത്തിയെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ തെരുവീതികൾ നോക്കുമ്പോൾ അത്ര വൃത്തി പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പലയിടത്തും പുല്ലൊക്കെ മുളച്ച് കാണാനുണ്ട്. കോലങ്ങൾ ഇടുന്ന പതിവെല്ലാം പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷെ വീതി കുറച്ച് കൂടുതലുണ്ട്. കൽപ്പാത്തിയിലെ തെരുവീതികൾ എന്ന് പറയുമ്പോൾ റോഡ് വീതി കുറവാണ്, പക്ഷെ ഇവിടെ നല്ല വീതിയുണ്ട്. പിന്നെ പല വീടുകളുടെയും മുഖഛായകളെല്ലാം മാറിയിട്ടുണ്ട്. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് എത്തി നോക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പതുക്കെ പതുക്കെ കാലെടുത്ത് വെക്കുന്നതാണ് കാണുന്നത്.
ഇവിടെ ഒരു ക്ഷേത്രവുമുണ്ട്. കോർണർ സ്ട്രീറ്റ് കഴിഞ്ഞ് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നതാണ്. ഈ കുറച്ചപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ടുള്ള വീടുകളും നമുക്ക് കാണാൻ കഴിയും. ഈ വൈശ്യരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ലിംഗത്തെ കുറിച്ചിട്ട് പല ഊഹാപോഹങ്ങളും പറഞ്ഞു കേൾക്കാനുണ്ട് കേട്ടോ. എല്ലാം ഊഹാപോഹങ്ങളാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സാമൂതിരിക്ക് വേണ്ടി കുതിരവട്ടം നായർ ഈ പ്രദേശം കൈയടക്കിയപ്പോൾ ഈ കൊടുവായൂരിന്റെ കുറച്ച് അപ്പുറത്തായിട്ട്, അതായത് ബസ് സ്റ്റാൻഡിന്റെ ആ പരിസരത്തായിരിക്കണം, ഒരു കോട്ട അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായത്രേ. അത് പ്രധാനമായിട്ടും ഇവിടെയുള്ള ബ്രാഹ്മണരെയും അതുപോലെ കൊല്ലങ്കോട് നമ്പിടിമാരെയും ഈ പ്രദേശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അങ്ങനെ ചെയ്തത്. ഇവിടെ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും 3 പിന്നെ നമ്മൾ കേരളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുതിരവട്ടം നായരുടെ മാളിക അല്ലെങ്കിൽ വീട് ഉണ്ടായിരുന്ന സ്ഥലം, അതും നമ്മൾ ആ പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അഗ്രഹാരങ്ങൾക്കിടയിൽ ചില ഗ്യാപ്പൊക്കെ കാണാനുണ്ട്. ഒരുപക്ഷെ അതിലെ വീടുകളൊക്കെ കൊഞ്ഞുപോയതായിരിക്കാം. എന്തായാലും നല്ല വീതിയുള്ള റോഡാണ്. ചിദംബരത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെ അതേ മുഹൂർത്തത്തിൽ തന്നെ ആയിരുന്നു അത്രേ ഇവിടെയും പ്രതിഷ്ഠകളൊക്കെ നടന്നിരുന്നത്. അതിനോടനുബന്ധിച്ച ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് വേദ പണ്ഡിതന്മാരുള്ള ഒരു ഗ്രാമം കൂടിയാണ് കൊടുവായൂര്. ഇപ്പോഴും ഇവിടെ വേദ പഠനശാലയുണ്ട്. അവിടെ നിന്നായിരിക്കണം ആ വേദങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരുപാട് ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ള ഒരു ഗ്രാമമാണ് ഈ കൊടുവായൂര് ഗ്രാമം എന്ന് വിശ്വാസികൾ കരുതുന്നു. ഏതെങ്കിലും വീട്ടിൽ കോലം ഇട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കോലമൊന്നും കാണാനില്ല. ആർക്കാണ് ഇതിനൊക്കെ സമയം? 10-30 വർഷം മുന്നേ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ വീടുകളൊന്നും ഓർമ്മ അത്ര തോന്നുന്നില്ല. കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അത് പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ വെക്കുന്നത്. ഈ കൊടുവായൂർ ഗ്രാമത്തില് ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ട്. അപ്പൊ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം അതാണ് കനാലിലൂടെ ഇവിടെ കൊണ്ടുവന്ന് ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ പച്ചപ്പുള്ള അല്ലെങ്കിൽ ഹരിതാഭമായ ഒരു സ്ഥലം കൂടിയാണ് ഈ തേങ്കുറിശ്ശി, കൊടുവായൂർ ഈ ഭാഗങ്ങളൊക്കെയാണ് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഈ ക്ഷേത്ര പരിസരത്തിൽ അത്യാവശ്യം സ്ഥലം ഉള്ളത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ വിശാലമല്ല എങ്കിലും കൽപ്പാത്തിയെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചുകൂടി ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. കൽപ്പാത്തിയിലെ രഥോത്സവം നടക്കുമ്പോൾ അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. പാലക്കാട് പ്രദേശത്തിന്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് കൊടുവായൂർ. വളരെ ജനനിബിഡമാണ്. ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് കൺജഷൻ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടാവും. പഴയ തമിഴ് ബ്രാഹ്മണരുടെ അതേ സംസ്കാരം ഇപ്പോഴും പിന്തുടർന്നു പോരുന്ന ഒരു ബ്രാഹ്മണ സമൂഹം ഉള്ള ഒരു സ്ഥലമാണ് കൊടുവായൂർ. ഈ റോഡുകളെല്ലാം വളരെ വീതി കുറഞ്ഞതിനാലും വാഹനങ്ങളുടെ എണ്ണം കൂടിയതിനാലായിരിക്കണം വളരെയധികം ഈ ട്രാഫിക് ജാം അനുഭവപ്പെടുന്നത് പല സ്ഥലങ്ങളിലും. നമ്മൾ നഗരത്തിലൂടെ ചെറുതായിട്ടൊന്ന് പോകുന്നേ ഉള്ളൂ. നിങ്ങളെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാത്തത്. ഇവിടുത്തെ രുചിക്കും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ച് തമിഴ്, മലയാളം എല്ലാം കലർന്നിട്ടുള്ളതാണ് ഭക്ഷണ വിഭവങ്ങളുടെ രുചി. പാലക്കാടിലെ കൊടുവായൂരിലെ ആ തനതായ ബ്രാഹ്മണ ശൈലിയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു ബേക്കറിയാണ് ഈ ബേക്കറി. ഇവിടെ ലഭിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 വേപ്പില കെട്ടിയാണ്. പാലക്കാട് ചില ബേക്കറികളിൽ മാത്രം ലഭിക്കുന്ന ഒരു തരം അച്ചാറുണ്ട്. അതാണ് മാഹാണി അച്ചാർ. എനിക്ക് വലിയ ഇഷ്ടമാണത്. അപ്പോൾ വേപ്പിലക്കട്ടിയും മാഹാണി അച്ചാറും വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. കൈപ്പിടി മുറുക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ നല്ല പെരുമാറ്റമാണ്. നമ്മളിനി പോകുന്നത് കേരളത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. വളരെ പഴക്കമുള്ള, ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തപ്പൻ ക്ഷേത്രം.
ഇതാണ് ആ ക്ഷേത്രം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തായിരുന്നു അത്രേ കുതിരവട്ടം നായരുടെ 8 മാളിക അല്ലെങ്കിൽ വീട് ഉണ്ടായിരുന്നത്. സാമുദയുടെ മകനായിട്ട് പോലും അദ്ദേഹത്തിന്റെ വീടിനെ കോവിലകം എന്നോ പാലസ് എന്നോ ഒന്നും രേഖകളിൽ ഞാൻ കാണുകയുണ്ടായില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എത്രയോ ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള വികസനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ കുളം. ഈ കുളവും വളരെ പ്രശസ്തി ഉള്ളതാണ്. അപ്പൊ ഈ കുളത്തിന്റെ ഏത് ഭാഗത്തായിരിക്കും കുതിരവട്ടം നായരുടെ വീട് ഉണ്ടായിരിക്കാൻ സാധ്യത എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ കിഴക്ക് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നഗരങ്ങൾ, മാർക്കറ്റൊക്കെയാണ്. വടക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അഗ്രഹാരങ്ങളാണ്. തെക്ക് ഭാഗത്ത് ക്ഷേത്രമാണ്. അപ്പൊ ഇതിന്റെ പടിഞ്ഞാറ് വശത്ത് അല്ലെങ്കിൽ കുളത്തിന്റെ പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറായിട്ടോ ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഈ കുളം മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്, പുല്ലൊക്കെ മൂടി കിടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ കടവൊക്കെ പണിതിട്ടുണ്ട്, ആളുകൾക്ക് കുളിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാനുണ്ട്. പക്ഷെ ആ കടവില്, നമ്മൾ നേരെ കണ്ട ആ കടവില് 2 പേര് സുഖമായി ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ മാറിയതാണ്. അനുവാദമില്ലാതെ മീൻ പിടിക്കുന്നത് തെറ്റാണ്. അവിടെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇത് ക്ഷേത്രക്കുളമല്ലേ, ഇവിടെ മീൻ പിടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അവർ പരുങ്ങുന്നത് കണ്ടു. പാവങ്ങളല്ലേ, അപ്പൊ മനഃപൂർവ്വമാണ് വീഡിയോ കാണിക്കാത്തത്, മുഖം കാണിക്കാത്തത്. ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന കൊടുവായൂരിൽ നിന്ന് അടുത്ത കേന്ദ്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ മനഃപൂർവ്വം അവഹേളിക്കാനോ അപമാനിക്കാനോ ആഗ്രഹിച്ചിട്ടില്ല. അന്ധമായിട്ട് ചില തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ ചില തെളിവുകൾ ലഭിക്കുമ്പോൾ അവരെ തിരുത്താനുള്ള അവസരമായിട്ടാണ് കണക്കാക്കാറുള്ളത്. വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. എല്ലാവർക്കും നന്ദി.